ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അനദർ ഡേ ഓഫ് മൈ ലൈഫ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു, എനിക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ അങ്ങനെ എണീറ്റ് കുറച്ച് നേരം ഉണ്ടല്ലോ, എനിക്കൊരു സ്റ്റേഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ട്. കുറച്ച് നേരം ഞാനിങ്ങനെ എന്തൊക്കെയൊക്കെയോ ആലോചിച്ചൊരു ബോധം കിട്ടാതെ ഇങ്ങനെ ഇരിക്കും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളവും കുടിക്കും കേട്ടോ ഞാൻ. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് കെട്ടി വയ്ക്കും, കാരണം എണീറ്റ് വരുമ്പോൾ ഒരു പ്രാന്തീൻ്റെ ലുക്ക് ഉണ്ടാവും കേട്ടോ, ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഞാനൊന്ന് മെനയായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി. എന്നിട്ട് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാനൊന്നുമില്ല. ഞാൻ പൊതുവെ ഓവർനൈറ്റ് ഓട്സാണ് കഴിക്കൽ, പക്ഷേ ഇന്നലെ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് രാവിലത്തെ നോർമൽ ഓട്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഓട്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ വെള്ളം കുടിക്കാം, കുറച്ച് ചൂടുവെള്ളം. അത് ഞാൻ മിക്കപ്പോഴും എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കുന്ന സമയത്ത് നമുക്ക് വേഗം പോയി മുഖമൊക്കെ കഴുകിയിട്ട് വരാം. ക്ലെൻസറൊക്കെ യൂസ് ചെയ്ത് മുഖം കഴുകുന്നതിന് മുമ്പ് പല്ല് തേക്കണം. പല്ല് തേച്ച് ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ. പേടിക്കണ്ട കേട്ടോ, ഞാനൊരു ഐസ് വാട്ടർ ഫേഷ്യൽ ചെയ്തതാണ്. എൻ്റെ ഐസ് റോളറില്ല, അത് വീട്ടിലായി, ഇനി വരുമ്പോൾ എടുക്കണം. അപ്പം ഇപ്പോൾ തൽക്കാലം കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് 3-4 തവണ ഞാൻ ഫേസ് ഇങ്ങനെ ഡിപ്പ് ചെയ്യും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ബേസിക് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നില്ല, കാരണം മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 12:15 എൻ്റെ മോർണിംഗ് പരിപാടീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നുണ്ട്. എവിടെയാണെന്ന് ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടില്ല, അത് ഞാൻ പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം, അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ക്ലീൻ ഗേൾ ലുക്ക് ചെയ്താലോ എന്നാണ്. ഒരുപാട് ഐ മേക്കപ്പ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ ലഞ്ച്. ഓക്കെ. അപ്പം ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസറും ഇതൊക്കെ ഇട്ടു. ഇപ്പം സൺസ്ക്രീൻ ഇടാം. ലഞ്ചൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്. എൻ്റെ സൺസ്ക്രീൻ ഏകദേശം തീർന്നു. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഡീകൺസ്ട്രക്റ്റിൻ്റെ. ഇത് നല്ല സൺസ്ക്രീൻ ആട്ടോ. നമുക്ക് ഒട്ടും ഞാൻ മുമ്പ് യൂസ് ചെയ്ത സൺസ്ക്രീനൊക്കെ നല്ല ഓയിലി ആക്കും ഫേസ്, പക്ഷേ ഇത് ഒട്ടും ഓയിലി ആക്കുന്നില്ല. ഇത് നമുക്ക് ഫേസിൽ ഇടുമ്പോൾ തന്നെ ഒരു പൊടി ഫീലാണ് കേട്ടോ, പക്ഷെ അത് പെട്ടെന്ന് ബ്ലെൻഡ് ആവുകയും ചെയ്യും. ഈ സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ മിക്ക സൺസ്ക്രീൻ ഇട്ടാലും എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആവും, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ഫേസിൽ നോക്കൂ ഗൈസ്, പുതിയൊരു കുരു വന്നിട്ടുണ്ട്, നല്ല വേദന ഉണ്ട്. ഞാൻ നല്ല പിമ്പിൾ പാച്ചൊക്കെ വെച്ചായിരുന്നു, പക്ഷെ താഴ്ന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അന്ന് എമോലിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി മോയ്സ്ചറൈസർ. ഞാൻ എന്തായാലും ഇനി അത് കണ്ടിന്യൂ ചെയ്യും. നിങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യും കേട്ടോ, കാരണം ഡ്രൈ സ്കിന്നാണെങ്കിൽ ഏത് സ്കിന്നാണെങ്കിലും അത് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊന്ന് എന്തായാലും യൂസ് ചെയ്ത് നോക്കുക, കാരണം അത് ഇടുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പുണ്ട്, പിന്നെ കുറേ നേരം ആ ഹൈഡ്രേഷൻ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ യൂസ് ഇറ്റ്. പിന്നെ എൻ്റെ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഡാർക്ക് സർക്കിളുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ പറയട്ടോ. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഹെറിഡിറ്ററി ആണ്, എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ട്, അതാണെന്ന് തോന്നുന്നത് മാറാത്ത. പക്ഷേ കുറച്ചൊക്കെ മാറ്റണം എങ്ങനെയെങ്കിലും. അപ്പോൾ ഇത് LA Girl Proൻ്റെ കൺസീലറാണ്, കളർ കറക്റ്ററാണ്, ഓറഞ്ച് കറക്റ്റർ. അങ്ങനെ അധികം ഇന്ന് ഫൗണ്ടേഷൻ ഇടുന്നില്ല, പക്ഷെ ചെറുതായിട്ടൊരു ഗ്ലോയി ഡൂയി ലുക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഞാൻ ജസ്റ്റ് കൺസീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷൻ ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുക്കുന്ന ഫൗണ്ടേഷൻ ഷെയ്ഡ് ഞാൻ
ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് കുറച്ച് ലൈറ്റാണ്, പക്ഷേ ഞാൻ മിക്സ് ചെയ്യും. 160p ടാൻ കെ ബ്യൂട്ടീൻ്റെ ആണ്. പിന്നെ ഞാൻ മിക്സ് ചെയ്യുന്നത് മെബിലിൻ്റെ 338, അതും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏകദേശം എനിക്കൊരു കറക്റ്റ് ഒരു ഷെയ്ഡ് കിട്ടുക. പിന്നെ കെ ബ്യൂട്ടീൻ്റെത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ലുക്കാണ് നമുക്ക് തരിക. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഹാക്കും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ 2 ഫൗണ്ടേഷനും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഇത് N02 ഗോൾഡൻ ടിൻഡാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഹൈലൈറ്റർ പ്രൈമർ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും, ഈ ഫൗണ്ടേഷൻ്റെ കൂടെ. ഇത് ഞാൻ പൊതുവെ യൂസ് ചെയ്യാതെ വെച്ചൊരു സാധനമാണ്, പക്ഷേ ഞാൻ ഈ ഒരു ഹാക്ക് കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ എപ്പോഴും ഞാൻ ഇത് യൂസ് ചെയ്യും. അപ്പം ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫുൾ കവറേജ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇവിടെയൊക്കെ ഒരു ചെറിയ ചെറിയ ഡോട്ടായിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താണെന്നറിയാം, നമുക്ക് ആ ഒരു പ്രൈമർ കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഗ്ലോ കിട്ടും. എനിക്ക് ചിലർക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഭയങ്കര മാറ്റ് ലുക്കാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് ഭയങ്കര ഡ്യൂയി ഗ്ലോ ഉള്ള ആ ഒരു ലുക്കാണ് ഇഷ്ടം. നമ്മൾ സൺലൈറ്റിൻ്റെ അടിയിലൊക്കെ പോകുമ്പോൾ നല്ല ഗ്ലോ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ശരിക്കും നമുക്ക് ആ ഒരു ഗ്ലോ ഇപ്പോൾ ഭയങ്കര ഡ്രൈ സ്കിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്രയും അങ്ങനെ നിൽക്കും. കുറച്ചൊക്കെ നമുക്കൊരു ഓയിലി സ്കിന്ന് കൂടെ ആവുമ്പം ആ ഓയിലും കൂടെ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ഗ്ലോ കിട്ടുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത്രയും പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ചില ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാരുടെ ഫേസൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. പക്ഷെ അത് ഒരു കണക്കിന് കുറേ ഓയിൽ വരുമ്പോൾ അത് ബോറാണ്, പക്ഷെ കുറച്ച് അങ്ങനെയുള്ളപ്പോൾ ഒരു രസം കൂടി ഉണ്ട്. പക്ഷെ എനിക്ക് ടീ സോൺസിലാണ് കൂടുതൽ ഓയിലി ആവുക, അപ്പോൾ എനിക്ക് നോസിൻ്റെ അവിടെ ഓയിലാവുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. കണ്ടോ ഗ്ലോ അങ്ങനെ എനിക്ക് മേക്കപ്പ് ഇട്ടാലും അൺലെസ് ഇറ്റ് ഈസ് വലിയൊരു എന്താ പറയുക വലിയൊരു ഇവൻ്റ് കല്യാണം അങ്ങനത്തെ ഒന്നും ഇതല്ലെങ്കിൽ എനിക്കങ്ങനെ എന്താ പറയുക ഭയങ്കര ഫുൾ കവറേജ് ആയിട്ട് ഇങ്ങനെ ഫേസ് ഇരിക്കണം എനിക്കിഷ്ടമല്ല. എനിക്ക് ആ സ്കിൻ ഫീൽ വേണം, അതാണ് എനിക്കിഷ്ടം. ഓക്കെ, നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. നമുക്കതിന് മുമ്പേ ജസ്റ്റ് ഐബ്രോ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ. ഫോർ ഐ ഷാഡോ ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു പാലറ്റിലൊരു ഈ ഒരു കളറാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞുണ്ടല്ലോ എനിക്ക് എൻ്റെ കണ്ണ് കുറച്ച് എനിക്ക് കണ്ണ് എഴുതിയിട്ടില്ലെങ്കിലും എനിക്ക് ഒരു ബ്രൗൺ ഐ ഷാഡോ ഒക്കെ വെച്ചിട്ടൊരു ലൈറ്റായിട്ടൊരു എഴുതിയൊരു ഫീല് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കണ്ണ് എഴുതിയിട്ടാണ് പേഴ്സണലി കാണാൻ ഇഷ്ടം. കുറച്ചും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു എന്താ പറയുക ഐ ഷാഡോ വെച്ചിട്ടുള്ളൊരു തിൻ ലൈനെങ്കിലും കൊടുക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പക്ഷേ ഇന്ന് നമുക്ക് അത് വേണ്ട, ഒരു ചേഞ്ച് വേണ്ടേ. സോ ഇന്ന് ഞാൻ ജസ്റ്റ് മസ്കാര മാത്രമേ ഇടുന്നുള്ളൂ. മസ്കാര വന്നിട്ട് എൻ്റെ പേരോടെ പോയി മാൾസിൻ്റെ ഡബിൾ ട്രബിൾ മസ്കാരയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മസ്കാരയാണ്. നല്ല ലാഷസ് കിട്ടും. അല്ലാതെ എനിക്ക് ഓൾറെഡി ലാഷസ് ഉണ്ട്, അത്യാവശ്യം ലാഷ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, കാണുന്നില്ലേ? പിന്നെ ഞാനങ്ങനെ ഒക്കേഷണലി മാത്രം അങ്ങനെ ഐലാഷ് കേളറൊക്കെ യൂസ് ചെയ്തിട്ട് കേൾ ചെയ്യാറുള്ളൂ. എൻ്റെ കേളർ ലാസ്റ്റ് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് വാങ്ങിക്കണം. അല്ലാതെ ഞാനങ്ങനെ കേൾ ചെയ്യാറില്ല, കാരണം അത്യാവശ്യം കേളായിട്ടുള്ള ലാഷസ് ആണ് എൻ്റെത്. പിന്നെ ഇത് മറ്റേ 2 സ്റ്റെപ്പ് ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് നമ്മൾ ലെങ്ത്ത് കൂട്ടുക, പിന്നെ തിക്കൻ ചെയ്യുക. ഞാൻ 1 സ്റ്റെപ്പ് ഇട്ടു. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെയും കൂടെ ഓപ്പൺ ചെയ്തിട്ടിടാൻ പറ്റും. അതിൻ്റെ നമുക്ക് ഇവിടെയും കൂടെ ഇത് തിക്കൻ ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇപ്പം ഈ ഒരു ലെങ്തൻ ചെയ്തപ്പോൾ തന്നെ ക്യാൻ യു സീ ദ ഡിഫറൻസ്? അപ്പം ഞാൻ ഇനി തിക്കൻ കൂടെ ചെയ്താൽ എന്താ പറയുക ഭയങ്കര ഇതായിട്ടിരിക്കും, ഭയങ്കര കട്ടിയിലിരിക്കും. അപ്പം എനിക്കത് അങ്ങനെ അത്രയും വേണ്ട. സോ ഞാൻ ഇതിൽ വെച്ച് നിർത്തുവാണ് ഗൈസ്. അപ്പോൾ ഈ മസ്കാര വന്നിട്ട് അടിപൊളി മസ്കാരമാണ് കേട്ടോ, അഫോർഡബിൾ ആണ്, ഭയങ്കര അടിപൊളി മസ്കാരയാണ്. സോ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കൂ.
ഇനി നമുക്ക് ജസ്റ്റ് ബ്ലഷും ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ. അപ്പോൾ ഹൈലൈറ്ററും ബ്ലഷും ഞാൻ ഇബേൻ്റെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതൊരു ക്രീം ടൈപ്പ് ഓഫ് ബ്ലഷും ഹൈലൈറ്ററും ആണ്. എനിക്ക് പൗഡേർഡ് ബ്ലഷറിൻ്റെ അത്ര ഇഷ്ടമല്ല. പിന്നെ എനിക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ കൂടുതൽ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. കൈ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം. ഫൗണ്ടേഷനൊക്കെ ആണെങ്കിലും ഫൗണ്ടേഷനൊക്കെ എനിക്ക് കൂടുതലും ബ്രഷ് വെച്ചിട്ട് സെറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനമാണ് സ്പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ ഹൈലൈറ്റർ. യെസ്, എൻ്റെ നോസിൽ എനിക്ക് മേക്കപ്പ് ഇട്ടെന്നാൽ എപ്പോഴും പെട്ടെന്ന് വേർക്കും. എനിക്കിഷ്ടമല്ല. പിന്നെ നോസിലത്തെ മേക്കപ്പ് പെട്ടെന്ന് പോകും ഗൈസ്. നോസിൽ ഞാൻ അധികം മേക്കപ്പ് ഇടാറില്ല. എനിക്കിനി ലിപ്സ്റ്റിക്കും കൂടെ ഇടാനുള്ളൂ. ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടാണ് പൊതുവെ ഞാൻ ലിപ്സ്റ്റിക് ഇടുക. കാരണം ആ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ലിപ്സ്റ്റിക് ഇടാൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. സോ ഡ്രസ്സ് പോയി സെലക്ട് ചെയ്തിട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെറൂൺ ടോപ്പ്. ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഈ മെറൂൺ അല്ല, ഇത് ബ്രൗണാണ്. ബ്രൗൺ ടോപ്പും പിന്നെ ഈ ഒരു ഇന്നറും പിന്നെ ഈ ജീൻസ് ബെസ്സെടുത്താണ്. പിന്നെ ഇത് ഈ ഒരു ഇന്നർ ഞാൻ H&M എടുത്താണ്. പിന്നെ ഈ ടോപ്പ് വന്നിട്ട് മീഷോന്നാണ്. ഇതൊക്കെ ഞാൻ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പോൾ നമുക്കിനി പോയിട്ട് വേഗം ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ഞാൻ ഇന്ന് ബ്രൗൺ ഡ്രസ്സാണ് ഇട്ടേക്കണത്. സോ ഐ എം ഗോയിങ് ടു വെയർ ദിസ് ലിപ്സ്റ്റിക്. ഏതാണ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്? എൻ്റെ ബ്രൗണിലെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കായ LITൻ്റെ നെറ്റി ലാറ്റെ. ആൻഡ് ഐ എം ഗോയിങ് ടു പെയർ ഇറ്റ് വിത്ത് ദിസ് ലൈനർ മാർസ് ചോക്കോ ബട്ടർ. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെയും ലിപ് ലൈനറിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. അപ്പം ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് നല്ല നല്ല ബ്രൗൺ ഗേൾസിന് പറ്റിയ അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡ്സൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഇത് ഒന്ന് ഷാർപ്പൻ ചെയ്യണം ലിപ് ലൈനർ. ഓക്കെ, എനിക്ക് ഈ ലിപ് ലൈനർ ഭയങ്കര ഡാർക്കായിട്ട് ഇങ്ങനെ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉള്ളിൽ പിന്നെ നമ്മൾക്ക് ഏത് ഷെയ്ഡും കൊടുക്കാം, കുഴപ്പമില്ല. കാരണം ലിപ്സ്റ്റിക്ക് നമ്മളുടെ ലിപ്പിൻ്റെ അറ്റത്താണല്ലോ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഇതുണ്ടാവുക. ഒരു ഡാർക്കറായിട്ടുള്ളത് കുറച്ചുകൂടെ ഔട്ടർ ലിപ്സ് ആയിരിക്കും. അപ്പം അവിടെ കുറച്ചും കൂടി ഡാർക്കായിട്ട് നമ്മൾ ലൈൻ ചെയ്യുമ്പോൾ ഉള്ളിൽ കുറച്ചും കൂടെ ന്യൂഡ് ഷെയ്ഡ് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഹെയർ എങ്ങനെ കെട്ടും എന്ന് ഞാൻ കുറേ ആലോചിച്ചു. കേളി ഹെയർ ഗേൾസിന് മനസ്സിലാവും. നമുക്ക് ഒരുപാട് ഹെയർ സ്റ്റൈൽസും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം ലഞ്ച് കഴിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ചൂടെടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഔട്ട്ഡോർ എവിടെയെങ്കിലും ആണെങ്കിൽ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഒരു മെസ്സി പോണിറ്റെയിൽ പോലെ കെട്ടിയാലെന്ന് വിചാരിക്കുന്നു. എനിക്കെൻ്റെ ഹെയറിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കുറേ ഷോർട്ട് ഹെയർ ഉണ്ട് കണ്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇത് മെസ്സി അല്ല കേട്ടോ, ഇതൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്, ഒരു പോണിറ്റെയിലാണ്. പക്ഷേ എനിക്കിതൊട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെയർ ജെല്ല് വെച്ചിട്ട് ബ്രഷ് ഇട്ടിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഈ മറ്റേ എൻലിവൻ മെൻ ആ ഒരു ജെല്ലിനകത്ത് ജസ്റ്റ് എൻ്റെ ഇത് ആക്ച്വലി ഐബ്രോ ബ്രഷാണ്. ഞാൻ ഐബ്രോയ്ക്കും ഹെയറിനും അത് യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഹെയർ ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ എൻ്റെ അടിവശത്തുള്ള ഈ ഒരു ബേബി ഹെയർസ് ഉണ്ട്. ഇത് എത്ര ശരിയാക്കിയാലും പിന്നെ താഴത്തോട്ട് വരും. അപ്പം ഞാനിവിടെ രണ്ട് ടിക് ഇതൊന്നും ഞാൻ എപ്പോഴും ചെയ്യാറില്ല കേട്ടോ, സെറ്റിംഗ് സ്പ്രേ ഒന്നും. ഇതുപോലെയുള്ള ചില ഒക്കേഷൻസിൽ മാത്രം.
വയ്യ. അപ്പം നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വരാം. സ്കൈഗ്രോ കഫേയിൽ പൊതുവേ ഞാൻ വന്നാൽ എപ്പോഴും ഞാൻ ഒഴിവാക്കാതെ കഴിക്കണ ഒരു സാധനമാണ് അവിടുത്തെ സീ ഫുഡ് ക്രീം സൂപ്പാണ് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കൂ. ആൻഡ് ദ മെയിൻ കോഴ്സ് ഈസ് ഹിയർ. ഇറ്റ്സ് ഫോറസ്റ്റ് ഹാർമണി റിസോർട്ടോ, അതാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. ലൈക്ക് നമ്മളുടെ ഈ വൈറ്റ് സോസിനകത്ത് ചിക്കൻ ഒക്കെ ഉണ്ട്, പിന്നെ കുറച്ച് റൈസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ലെങ്കിലും എനിക്ക് ഈ വൈറ്റ് സോസ് സംഭവങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ കഫേയുടെ ആംബിയൻസ് ഭയങ്കര രസമാണ് കേട്ടോ. പകൽ സമയത്താകുമ്പോൾ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല പീസ്ഫുൾ ആംബിയൻസ് ആണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം ഞാൻ എൻ്റെ പഴയ ചെടികളില്ലേ, എൻ്റെ മണി പ്ലാന്റും അലോവേരയൊക്കെ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഞാനിതൊക്കെ അടുക്കള വശത്തോട്ട് എടുത്ത് വെച്ചു കേട്ടോ. കാരണം ഫ്രണ്ടിലിരുന്നപ്പം ഫ്രണ്ട്സാണ് ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. അവർ പറഞ്ഞു ഭയങ്കര വെയിലായിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വയ്ക്കാം. അങ്ങനെ ഞാനിതൊക്കെ വേറൊരു ബോട്ടിലോട്ട് മാറ്റി പുതിയ മണി പ്ലാന്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പിന്നെ രാത്രിയായപ്പോൾ എനിക്ക് നാളെ ഞാൻ നാട്ടിൽ പോവാണ്. സോ എനിക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.